ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളെയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഭീകരനാണ് ജോർജ് സോറോസ്. നമ്മൾ സോറോസിനെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ നോക്കുന്നു. ബംഗ്ലാദേശിലെ അയാളാണ്. മ്യാൻമറിലും മണിപ്പൂരിൽ പോലും സോറോസിൻ്റെ കൈയുണ്ടെന്ന് പറയുന്നു. പക്ഷേ സോറോസ് ഒരു പാവമാണ്. സോറോസിനേക്കാളും കൂടിയ മറ്റൊരെണ്ണം ഉണ്ടെന്ന് പറയുന്നു. നമ്മുടെ മാധ്യമങ്ങളൊന്നും അധികം അറിഞ്ഞിട്ടില്ല. നമ്മുടെ രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തും ഒക്കെ കേട്ടിട്ടില്ലാത്തൊരു പേര്. ഇന്ത്യയിൽ പോലും ആ ഗ്രൂപ്പിൻ്റെ ഇടപെടലുണ്ടെന്ന് പറയുന്നു. അതെ, അതിൻ്റെ പേര് നാഷണൽ എൻഡോമെൻറ്റ് ഫോർ ഡെമോക്രസി, NED ഷോർട്ട് ഫോം. കുറേ കഴിഞ്ഞൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവിടെയൊക്കെ മാധ്യമങ്ങൾ ഇതിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യേണ്ടി വരിക. ഒരുപക്ഷെ നമ്മളാണ് ആദ്യമായിട്ട് നമ്മളാണത് ചർച്ച ചെയ്യുന്നത്. ഈ നാഷണൽ എൻഡോമെൻറ്റ് ഫോർ സത്യത്തിൽ CAയുടെ ഒരു പാവം മാത്രമാണ് ജോർജ് സോറോസ്. അയാളെ കൊണ്ടൊക്കെ ഈ കളിപ്പിക്കുന്നതുമൊക്കെ നാഷണൽ എൻഡോമെൻറ്റ് ഫോർ ഡെമോക്രസി എന്ന് പറഞ്ഞ CAയുടെ സാംസ്കാരിക രംഗത്തും എല്ലാം കൂടി എന്ന് പറഞ്ഞാൽ ഇത് ഒരു പോഷക സംഘടന, ഒരു സാംസ്കാരിക പോഷക സംഘടന. അപ്പോൾ അതിൻ്റെ ഒരു ചരട് മാത്രമാണ് സോറോസ്. അതാണ് സാധാരണ നമ്മൾ മറ്റേ ചാരസംഘടനകളെ പറ്റിയൊക്കെ കറുത്ത കരങ്ങൾ എന്നാണല്ലോ പറയുക. ഇവിടെ വെളുത്ത കരങ്ങൾ. വെളുത്ത കരങ്ങൾ എന്ന് ഞാൻ പറയുന്നില്ല, വൈറ്റ് ഗ്ലോ എന്നുള്ളത് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് CAയുടെ ഒരു വൈറ്റ് ഗ്ലോ ആണെന്ന്. സമൂഹത്തിൽ ഇത് നന്മയുള്ളതാണ്, അങ്ങനെ ജനാധിപത്യത്തിന് വേണ്ടിയാണല്ലോ എല്ലായിടത്തും. അപ്പൊ അങ്ങനെ ഈ പന്നൻ പോലും 6 for justice എന്ന് പറയുന്നത്. അതെ, ജസ്റ്റിസ് എന്നാണ് ഭീകര സംഘടനക്കാർ പോലും. അപ്പോൾ ഇവരുടെ പരിപാടി രാജ്യങ്ങളെ അട്ടിമറിക്കൽ, സംഘർഷം ഉണ്ടാക്കൽ, ആ സംഘർഷത്തിന് വേണ്ടിയിട്ട് പൊതുജനാഭിപ്രായ രൂപവൽക്കരണം, അതിന് മാധ്യമങ്ങൾക്ക് പൈസ കൊടുക്കൽ, മാധ്യമ പ്രവർത്തകർക്കും, പിന്നെ ആശയപരമായ നുഴഞ്ഞുകയറ്റം, ആശയങ്ങൾ ഉണ്ടാക്കി വിൽക്കുക, വ്യാജ ആശയങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ സെക്യുലറിസം അതിൽപ്പെട്ടാണ്. നമ്മൾ മുമ്പ് ഇനി വിശദമായിട്ട് സംസാരിക്കേണ്ട കാര്യമാണ്. അതൊരു പത്രപ്രവർത്തകൻ 10-250 കോപ്പി വെക്കുന്ന ഒരു പത്രത്തിൻ്റെ ഉടമസ്ഥനെ ഉണ്ടാക്കിയൊരു വാക്ക് മാത്രമേ സെക്യുലറിസം, ജയിലിൽ കിടന്നിരുന്നേ. അല്ല, ഈ സെക്യുലറിസം എന്നുള്ള വാക്ക് ഇപ്പോൾ സാറ് പറഞ്ഞല്ലേ 250 കോപ്പി അടിക്കുന്ന ഒരു പത്രപ്രവർത്തകൻ, അതാരാണ്? അത് ജോർജ് ജേക്കബ് ഹോളിയോക്കെ 1966 മരിച്ചു. 1906 അമേരിക്കക്കാരനാണ്. അയാളൊരു അരാജകവാദി എന്ന് മുദ്രകുത്തി നല്ല അരാജകവാദിയാണ്. അയാൾ ജയിലിലിട്ടിരുന്നതാണ്. ജയിലിൽ നിന്ന് തിരിച്ചു വന്ന ലേഖനം എഴുതിയപ്പോൾ അതിലാണ് ആദ്യമായിട്ട് സെക്യുലറിസം എന്നുള്ള വാക്ക് ഹോളിയോക്കെ. അയാൾ ജയിലിൽ കിടന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് പുതിയൊരു പേരിൽ പത്രം തുടങ്ങി. അതിൽ ഇനി നമുക്ക് ആവശ്യം ഇങ്ങനെ സെക്യുലറിസം ആണ് എന്ന് പറഞ്ഞിട്ട് അയാളൊരു അരാജക ആശയം അവതരിപ്പിച്ചതാണ് ഈ സെക്യുലറിസം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ കപട മതേതരവാദികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ പോലൊരു ദേശീയതയിൽ ഊന്നിയ ഇത്രയും സംസ്കാര പാരമ്പര്യമുള്ള ഒരു രാജ്യത്തിന് ചേർന്ന പരിപാടിയല്ല ഈ സെക്യുലറിസം. അല്ല, ഇങ്ങനെ വല്ലാതെ അർത്ഥമറിയാതെ ആരോ ഒരു അപ്രസക്തരായ ചില ആളുകൾ ഉപയോഗിച്ച വാക്കുകൾ, ഒന്ന് സെക്യുലറിസം, പിന്നെ സത്യാനന്തരകാലം. അയ്യോ, അതെന്താന്ന് ഒരു പിടിയും കിട്ടിയില്ല. അതും ഒരു ലേഖനം, ആരോ എഴുതിയ ലേഖനത്തിൻ്റെ നിന്നുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. ഇത് അർത്ഥമറിയാതെ ഇങ്ങനെ സത്യാനന്തരകാലം, സ്വരാജൊക്കെ പറയുന്നത് കേൾക്കണം. VD സതീശൻ പറയുന്നത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. സ്വരാജ് പറഞ്ഞോട്ടെ, സത്യാനന്തരകാലം. സതീശന് പിന്നെ നല്ല വായനയുണ്ട് കേട്ടോ, സതീശൻ വായിക്കും. അതെ, അങ്ങനെ ആയിരിക്കുമല്ലോ ഇത് കിട്ടിയത്. കോൺഗ്രസ്സുകാരുടെ സ്വഭാവമല്ല അതല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഈ മഹാരാജാസ് കോളേജിലെ മാഗസിനുകളൊക്കെ 2 ചെയ്ത് കഴിഞ്ഞ് അതിനെന്തോ പുരസ്കാരങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ തേവര കോളേജിൽ നിന്ന് രാംകുമാർ എന്ന് പറഞ്ഞിട്ട് അന്ന് മാഗസിൻ എഡിറ്റർ വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഒരാൾ ആ മാഗസിനിൽ ഞാൻ സതീശനെ പറ്റി എന്തോ പറഞ്ഞിരുന്നു. അപ്പം നിങ്ങൾ ചെയ്ത ഈ നിലവ് എന്ന് പേരിട്ടിരുന്ന തേവര കോളേജിൻ്റെ മാഗസിനിൽ അവിടെ എന്തോ റെപ്രസെൻറ്റേറ്റീവോ കൗൺസിലിൽ യൂണിയനിൽ അംഗമായിട്ട് സതീശൻ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അല്ല, സതീശൻ SH പഠിക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് അനിൽ പള്ളൻ, എറണാകുളത്ത് ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ്. പള്ളൻ പറഞ്ഞാൽ ഇവർ സമകാലികരാണ്. സതീശൻ അക്കാലത്ത് തന്നെ നന്നായി വായിക്കും, വലിയ ഡിബേറ്റുകളിൽ പങ്കെടുക്കും ഒക്കെ ചെയ്യും. ഞാനും നമ്മുടെ പ്രതിപക്ഷ നേതാവും കൂടെ സതീശനും കൂടെ ഒരിക്കൽ നമ്മുടെ എറണാകുളം പുസ്തകോത്സവത്തിൻ്റെ
ഒരു വൈകുന്നേരത്തെ സാംസ്കാരിക വേദിയുണ്ടല്ലോ, സതീശനുമായിട്ട് സംസാരിക്കുന്ന ഒരു സെഷൻ ഞാനും സതീശനും കൂടിയായിരുന്നു. സതീശൻ ഞെട്ടിച്ചു പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും പുതിയ പുസ്തകങ്ങളെക്കുറിച്ച് വരെ സതീശൻ അറിയാം. അദ്ദേഹത്തിന് അത്രമാത്രം പരന്ന വായനയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ കേരളത്തിലെ കോൺഗ്രസ്സുകാരിൽ സതീശനല്ലാതെ മറ്റാർക്കും കാണത്തില്ല. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അല്ല, അപ്പോൾ ഞാൻ ചെയ്തൊരു മാഗസിനിൽ സതീശൻ്റെ പടം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പ്രധാനപ്പെട്ടൊരു പുസ്തകം നക്ഷത്രവും ചുറ്റികയും, കമ്മ്യൂണിസത്തിന്റെ ചരിത്രം, ഗംഭീര പുസ്തകമാണ് കേട്ടോ. അത് ലോറൻസ് പ്രകാശനം ചെയ്തു. ഏറ്റുവാങ്ങാനായിട്ട് ഞാൻ വിളിച്ചത് സതീശനെ. അതെ, സതീശൻ കോൺഗ്രസ്സുകാരനാണ് എന്ന് പോലും നമുക്ക് തോന്നില്ല. കാരണം കോൺഗ്രസ്സുകാർക്ക് വായനയും ഒന്നുമില്ലല്ലോ. ഇത് അദ്ദേഹം വായിച്ചിട്ടൊക്കെയാ വന്നത്. ഗംഭീരമായ പരന്ന വായനയും അതിനനുസരിച്ചുള്ള ജ്ഞാനവും ഉണ്ട്. അതെ. അപ്പോൾ നമ്മുടെ വിഷയം, ഇവർ സാധാരണ CIA ഈ കോവർട്ട് ഓപ്പറേഷൻ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ രഹസ്യ ഓപ്പറേഷനുകളാണ് ചെയ്യുന്നത്. ഇവർ ഓവർട്ട് ഓപ്പറേഷൻ പരസ്യമായിട്ട്. കാരണം ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നൊരു സംഘടനയായിട്ടാണല്ലോ എല്ലാ രാജ്യത്തും ഇത് അവതരിക്കുക. ഈ NED, നാഷണൽ എൻഡോമെൻറ്റ് ഫോർ ഡെമോക്രസി, വലിയ ഫണ്ടൊക്കെയാണ് അതിന്. പണ്ട് ഈ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ പോയിട്ട് ഇവർ CIA പ്രവർത്തിച്ച്, ഇപ്പോൾ ഈ കേരളത്തിൽ തന്നെ 1959 CIA വന്നിട്ട് അട്ടിമറിക്കാനായിട്ട് പൈസ കൊടുത്തല്ലോ. പല സംഘടനകൾ, സഭ, പത്രങ്ങൾ ഒക്കെ പൈസ മേടിച്ചിട്ടുണ്ട് CIAയുടെ. അന്ന് CIA ആണ് USAID എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഇത് 1981 റെയ്ഗൻ ആണ് ഇങ്ങനൊരു ആശയം ഉണ്ടായത്. റൊണാൾഡ് റെയ്ഗൻ പ്രസിഡന്റ്. അയാളുടെ മനസ്സിൽ പ്രോജക്റ്റ് ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടാണ് വന്നിരുന്നത്. എല്ലായിടത്തും നമുക്ക് വേണ്ട ജനാധിപത്യം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതിനൊരു സ്വകാര്യ ഫൗണ്ടേഷൻ വേണം എന്ന് അയാൾ പറഞ്ഞു. വിദേശത്ത് ജനാധിപത്യ നീക്കങ്ങളെ, വിദേശ രാജ്യങ്ങളിലുള്ള ജനാധിപത്യ നീക്കങ്ങളെ പിന്തുണയ്ക്കാൻ, ആക്കം കൂട്ടാൻ, അതിനൊക്കെ വേണ്ടിയിട്ട് 1983 NED ഉണ്ടായി. നാഷണൽ എൻഡോമെൻറ്റ് ഫോർ ഡെമോക്രസി. എല്ലായിടത്തും അമേരിക്കൻ താല്പര്യം സംരക്ഷിക്കുക. 1983 നവംബർ 22 NED ആക്ട് അവിടുത്തെ കോൺഗ്രസ് പാസ്സാക്കി. അന്ന് നീക്കിവെച്ചത് $18 മില്യൺ തുടക്കത്തിൽ. 2023 കഴിഞ്ഞ കൊല്ലം ഇതിൻ്റെ ബജറ്റ് 315 മില്യൺ ആയിരുന്നു. അതായത് 2635 കോടി രൂപ ഈ ഭരണകൂട അട്ടിമറിക്കൊക്കെ വേണ്ടി നീക്കിവെച്ചത്. അമേരിക്കൻ വിദേശകാര്യ വകുപ്പ് എംബസികൾ, പല രാജ്യങ്ങളിലുമുള്ള അമേരിക്കൻ എംബസികൾ, അവരാണ് ഇതിനെ ഗൈഡ് ചെയ്യുക. അമേരിക്കൻ എംബസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഷിങ്ടണിലെ എംബസിയിൽ 25 പേരും ഇവിടുത്തെ അമേരിക്കൻ എംബസിയിൽ 300 പേരുമാണ് എന്ന് നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതുപോലെയാണ് അമേരിക്കൻ എംബസികൾ. അവരുടെ CA ആളുകളും ഒക്കെ കാണുമല്ലോ എംബസിയിൽ. എന്നിട്ട് കാർണജി എൻഡോമെൻറ്റ്, USAID, ഇതൊക്കെ ഈ CAയുടെ പോഷക സംഘടനകളാണ്. എന്തോ വലിയ സഹായത്തിനാണെന്നാണ് ആളുകൾ വിചാരിച്ചിരിക്കുന്നത്. ഈ പണ്ട് ഞാൻ ഓർക്കുന്നത്, എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ പള്ളിയിൽ നിന്ന് ഗോതമ്പ്, പാൽപ്പൊടി ഇതൊക്കെ കൊടുക്കുമായിരുന്നു. എന്തോ ഒരു കുറുക്ക് കൊടുക്കുമായിരുന്നു. ആളുകളൊക്കെ മേടിച്ചുകൊണ്ട് ചുറ്റുപാത്രത്തിൽ മേടിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഈ CIA ഫണ്ടിങ്ങിനോടുകൂടി നടന്നുകൊണ്ടിരുന്നത്. ഇവിടെ 1957-59 USAID ഒക്കെ ഉണ്ടായിരുന്നു. USAID എന്നുള്ള പിന്നെ മാക്രോണി എന്ന് പറഞ്ഞ സാധനം, മാക്രോണി, USAID എന്ന് എഴുതിയിട്ടുള്ള പ്ലാസ്റ്റിക് ചാക്കുകൾ. ആ USAID എന്ന് പറയുന്നത് USAID ആണ് ഇപ്പോൾ സാം പിത്രോദയുടെ NGOയ്ക്ക് സഹായം കൊടുക്കുന്നത്. അപ്പോൾ ബ്യൂറോ ഓഫ് ഡെമോക്രസി, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ലേബർ എന്നൊക്കെ പറഞ്ഞ് ഇതിന് പോഷക സംഘടനകൾ വേറെയുണ്ട്. 1995 ഒരു ടെലിവിഷൻ ഷോയിൽ CAയുടെ പഴയ ഒരു ഓഫീസർ ഫിലിപ്പ് എജി എന്ന് പറഞ്ഞ ആൾ പറഞ്ഞു, nowadays instead of having just the CIA going around behind the scenes and trying to manipulate the press, secretly bringing in money here and there, now they have a sidekick called NED.
CIA ഇപ്പോൾ ഒരു ഇതൊക്കെ ചെയ്യാനായിട്ട് ഒരു സൈഡ് കിക്ക് ഉണ്ട്, അതാണ് NED. ഇന്ന് CIA ഓഫീസർ തന്നെ TV ഷോയിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ CIA നേരിട്ടല്ല സാധനം ഉണ്ടെന്ന് CIA ആള് തന്നെ പറഞ്ഞു. ഈ NED നാഷണൽ എൻഡോമെന്റ് ഫോർ ഡെമോക്രസി ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചില സ്ഥലത്ത് പറഞ്ഞിട്ട് ഇന്ത്യയിലെ കാര്യങ്ങൾ പറയാം. ഇറാനെ പുറത്താക്കൽ, ഇറാനിലെ ഭരണകൂടത്തിനെ പുറത്താക്കുന്ന പരിപാടി 2022 സെപ്റ്റംബറിൽ ഹിജാബിനെതിരായ അവിടുത്തെ പ്രക്ഷോഭങ്ങളെ സഹായിച്ചു. ആ ഹിജാബ് മറ്റേ പെൺകുട്ടിയെ ജയിലിലിട്ടല്ലോ. മാസി അലി നജാദ്, അവിടെ ഒരു പത്രപ്രവർത്തകൻ മാസി അലി നജാദ്, അയാൾ ഉപയോഗിച്ചു മിസ്ഇൻഫർമേഷന് വേണ്ടി, വ്യാജ വാർത്തകളുമൊക്കെ എഴുതിവിടാൻ വേണ്ടി. അയാൾ അവിടുത്തെ വോയിസ് ഓഫ് അമേരിക്കയുടെ റിപ്പോർട്ടറായിരുന്നു. അയാളെ കൊണ്ട് കുറേ ചിത്രങ്ങൾ, സംഭവം നടന്നിട്ടുണ്ടാവും, പക്ഷെ കുറേം കൂടി ഇത് പെരുപ്പിക്കണമല്ലോ, പൊലിപ്പിക്കുക. ചിത്രങ്ങൾ, വിവരങ്ങൾ, റിപ്പോർട്ടുകളൊക്കെ വെച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ അയാളെ കൊണ്ട് പൊലിപ്പിച്ചു. അയാൾക്ക് $6,28,000 കൊടുത്തു ഇങ്ങനെയൊക്കെ ചെയ്യാൻ. അയാൾ വേറെ ആളുകളുടെയൊക്കെ സഹായമൊക്കെ തേടി കാണും. ഇറാനിൽ സെൻറ്റർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. ഇതിൻ്റെ പോഷക സംഘടനയാണത്. ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഡെമോക്രസി, ഹ്യൂമൻ റൈറ്റ്സ് രണ്ടും അമേരിക്കയുടെയാണ്, കുഴപ്പം പിടിച്ചതാണ് എവിടെ കണ്ടാലും. പിന്നെ അവിടെ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട് ഇറാനിൽ, ഹിറാന എന്ന് പറയുന്നത്. അതും ഇതിൽപ്പെട്ടതാണ്. ആ ന്യൂസ് ഏജൻസി ജേണൽ ഓഫ് ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടൊരു മാഗസിൻ ഉണ്ട് ഈ NEDക്ക്, നാഷണൽ എൻഡോമെന്റ് ഫോർ ഡെമോക്രസിക്ക് ജേണൽ ഓഫ് ഡെമോക്രസി. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതെന്തോ ഭയങ്കര സംഗതിയാണെന്നൊക്കെ ആളുകൾ വിചാരിക്കും, ചില ലൈബ്രറിയിലൊക്കെ എടുത്തു വയ്ക്കുകയൊക്കെ ചെയ്യും. പിന്നെ അറബ് നുഴഞ്ഞുകയറ്റങ്ങൾ, അറബ് വസന്തം, അതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടി കത്തിക്കുക. അതിനനുസരിച്ച് NGOകൾക്ക് ഫണ്ടിങ് കൊടുക്കുക, പണ്ഡിതർക്ക്, ആക്ടിവിസ്റ്റുകൾക്ക് പണം എത്തിച്ചു കൊടുക്കുക. ഭരണഘടനാ പരിഷ്കാരങ്ങൾക്ക് വേണ്ടി എല്ലായിടത്തും പ്രക്ഷോഭങ്ങൾ നടത്തുക. അവിടുത്തെ ഭരണഘടന അമേരിക്കയ്ക്ക് അനുസരിച്ചിട്ടുള്ളതല്ലല്ലോ, അപ്പോൾ അത് പരിഷ്കാരം. നമ്മുടെ ഇന്ത്യയിലെ ഓപ്പറേഷൻസോ അപ്പോൾ ഇന്ത്യയിൽ 2023 കഴിഞ്ഞ കൊല്ലം ജൂലൈയിൽ ജേർണൽ ഓഫ് ഡെമോക്രസിയിൽ 5 ലേഖനം ഇന്ത്യക്കെതിരെ വന്നു. ഈസ് ഇന്ത്യ സ്റ്റിൽ എ ഡെമോക്രസി, ഇപ്പോഴും ജനാധിപത്യ രാജ്യമാണോ എന്ന് പറഞ്ഞിട്ട് 5 ലേഖനങ്ങളുടെ ഒരു പരമ്പര അതിൻ്റെ അകത്ത്. അതിൽ പറഞ്ഞിരുന്നത് മോദി ജനാധിപത്യത്തിനെ തകർക്കുകയാണ്. അത് കഴിഞ്ഞ് 2024 ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിലിൽ ഒരു ലേഖനം അതിൽ വന്നു. നമ്മുടെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വൈ ദിസ് ഇലക്ഷൻ ഈസ് ഇന്ത്യാസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രധാനമാണ് ഇന്ത്യയിൽ. അതിൽ പറഞ്ഞിരുന്നത് മോദിയുടെ 2ാം ഊഴത്തിൽ ഇന്ത്യയുടെ തകർച്ച തുടങ്ങി, 3ാം ഊഴം കിട്ടിയാൽ മതേതരത്വം തകരും. ഇതായിരുന്നു ആ ലേഖനത്തിൻ്റെ വിഷയം. ഇങ്ങനെ ഇന്ത്യക്കെതിരെയും ധാരാളം കാര്യങ്ങൾ ഈ NED ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2023 മാർച്ചിൽ NEDയുടെ പ്രസിഡന്റ് ഡാമൻ വിൽസൺ, ഈ കഴിഞ്ഞ കൊല്ലം ഡാമൻ വിൽസൺ ധർമ്മശാലയിൽ വന്നിരുന്നു, ഹിമാചൽ പ്രദേശിൽ. എന്തിനാണ് ഇവരൊക്കെ എന്തിനാ നമ്മൾ അനുവദിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. വേറൊരു ഡെലഗേഷൻ അടുത്ത കാലത്തും ധർമ്മശാലയിൽ പോയിരുന്നു. ചൈനയോടുള്ള ഒരു കോൺഫ്ലിക്റ്റ് അതുണ്ട്, ടിബറ്റ്. പക്ഷേ ഇത് നെഹ്റു വലിച്ചു വെച്ചതാണല്ലോ ഈ സാധനം ഇങ്ങോട്ട്. CIA ഓപ്പറേഷൻ ആയിരുന്നു അത്. ദലൈലാമ ഇങ്ങോട്ട് കൊണ്ടുവന്നു, പ്രവാസി ഗവൺമെന്റ് ഇവിടെ ഇരിക്കുകയാണല്ലോ. ഇവിടെ കൊണ്ടുവന്ന 2023 നവംബറിൽ ഈ NED ഡെമോക്രസി അവാർഡ് ഈ ജിഗ്മെ ഗ്യാറ്റ്സോ എന്ന് പറഞ്ഞ് ഈ കൂട്ടത്തിൽ ടിബറ്റൻ ആക്ടിവിസ്റ്റിന് കൊണ്ടുപോയി കൊടുത്തു. 2024 ഈ കഴിഞ്ഞ ഏപ്രിലിൽ ഈ NEDയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അമേരിക്കയിലേക്ക് ഈ ഇവരുടെ തന്നെ ആക്ടിവിസ്റ്റ് കാലോ ത്രിബ എന്ന് പറഞ്ഞാൽ ക്ഷണിച്ചു കൊണ്ടുപോവുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ വന്നും NEDയുടെ ഓപ്പറേഷൻസ്, ഇന്ത്യക്കെതിരായ ലേഖനങ്ങളുണ്ട്, ഇന്ത്യയിൽ വന്ന് ചൈനയ്ക്കെതിരായ ഓപ്പറേഷൻസും ഒക്കെ നടത്തുന്ന സംഘടനയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട നാഷണൽ എൻഡോമെന്റ് ഫോർ ഡെമോക്രസി. സോറോസിനെ ശ്രദ്ധിക്കുന്നതിൻ്റെ കൂടെ സോറോസിൻ്റെ ബാപ്പയും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അതെ അതെ അതെ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.